എല്ലാവർക്കും നമസ്കാരം. ലിബീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി 2 റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ ഈ ഫാമിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കൂണുണ്ടല്ലോ, ഫ്രഷ് കൂണ്. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു തോരനും പിന്നെ അതിനൊരു സ്പെഷ്യലായിട്ടുള്ളൊരു കറിയുമാണ്. അപ്പം നമ്മൾ ഈ കൂണ് നമ്മൾ വാങ്ങിച്ചത് തിരുവല്ലയിൽ നിന്ന് നമ്മൾ കോഴഞ്ചേരി അല്ലെങ്കിൽ തിരുവല്ലയിൽ നിന്ന് ചങ്ങനാശ്ശേരി ചെങ്ങന്നൂർ പോകുന്ന റൂട്ടിൽ ഒരച്ഛനുണ്ട്. പുള്ളി വർഷങ്ങളായിട്ട് കൂണ് വിൽക്കുന്നതാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഈ കൂണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അതിൻ്റെ നമ്പറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. രാവിലെ ഒരു 11 മണി വരെ നമ്മൾ ഈ മഞ്ഞാടി കഴിഞ്ഞിട്ട് ആ ഏരിയയിൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് ചെങ്ങന്നൂർ പോകുന്ന വഴിയിൽ കുറ്റൂർ പാലത്തിൻ്റെ അവിടെ കാണും ഈ കൂണ്. നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ അതിൽ പോകുമ്പോൾ വാങ്ങിക്കുന്നതാണ് ഈ കൂണ്. ഇപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് കൂണിൻ്റെ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. കൂൺ ഇപ്പം ഞാൻ ഇതേപോലെ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10-15 കൊച്ചുള്ളി ഇതേപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ എരിവിനുള്ള പച്ചമുളക്. ഈ ഒരു കൂണ് തോരൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കൊച്ചുള്ളിയാണ് കേട്ടോ. കൊച്ചുള്ളി എത്രയും ചേർക്കുന്നോ അത്രയും നല്ലതാണ്. തോരൻ ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായപ്പോഴത്തേക്കിന് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് വഴറ്റേണ്ട, ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. കൊച്ചുള്ളിയും പച്ചമുളകും ഒന്ന് വാടി വരുമ്പോൾ അതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂണും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു 1/2 കപ്പ് തേങ്ങ തിരുമ്മിയതൂടെ ചേർത്ത് കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഈ തേങ്ങ ചേർക്കുമ്പോൾ നമുക്ക് ഈ തോരൻ കുഴഞ്ഞു പോകാതെ കിട്ടും. അതിനാണ് നമ്മൾ ഇപ്പം തന്നെ ഈ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ചതയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കും. ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ 2-3 മിനിറ്റ് തുറന്ന് വെച്ചിട്ടൊന്ന് വേവിക്കണം. അപ്പോൾ ഇതിനകത്തിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് വറ്റി കിട്ടും. നമുക്ക് പെട്ടെന്ന് വറ്റി കിട്ടത്തില്ല, ഇച്ചിരി നേരം എടുക്കും ഒന്ന് വറ്റി കിട്ടാനായിട്ട്. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്നുകൂടെ വേവിച്ചാൽ മതി. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് ഈ കൂണ് തോരൻ. ഇപ്പോൾ നമ്മുടെ കൂണ് തോരനിലെ വെള്ളമെല്ലാം വറ്റി തോർന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ തോരൻ്റെ പാകം. റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. തീയൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്കിനി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും ഈ കൂൺ തോരൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് കൂൺ വെച്ചുള്ളൊരു കറിയാണ്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമ്മൾ ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു 3-4 സവോള എടുത്തിട്ടുണ്ട്, തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എരിവെന്ന് പറയുന്നത് പച്ചമുളകാണ് കേട്ടോ. ഞാൻ ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ കൂണെല്ലാം എടുത്ത് ഇതളോടുകൂടി തന്നെ വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടത് നമുക്ക് തേങ്ങ തിരുമ്മിയതാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു മിക്സി എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് ഒരു 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ 2-3 കൊച്ചുള്ളി, പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകം, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത്രയും കൂടെ ചേർത്തിട്ട് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ച് നമുക്ക് റെഡിയാക്കി വെക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോഴത്തേക്കിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, തേങ്ങാക്കൊത്ത്, പച്ചമുളക് ഇത്രയും കൂടെ ചേർത്തിട്ട് ഇത് നമ്മൾ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സവോള, ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ട് നമ്മൾ ഇച്ചിരി പൊടികളൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കറിക്ക് ടേസ്റ്റ് എന്ന് പറയുന്നത് മല്ലിപ്പൊടി ചേർക്കുന്നതാണ്. മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പൊടികളുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലോട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക.
ഒരു 1 കപ്പ് വെള്ളം വരെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാര്യം നമ്മൾ കൂണിൽ നിന്ന് കുറച്ചും കൂടെ വെള്ളം ഇറങ്ങും. അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കൂൺ ഇട്ട് കൊടുക്കുക. കൂണും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. നമ്മളിതിൻ്റെ തേങ്ങാക്കൂട്ടിൽ ആദ്യം പെരുംജീരകം അരച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തേച്ചാലും മതി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു 2-3 മിനിറ്റിൻ്റെ കുക്കിംഗ് ടൈമേ ഉള്ളൂ. നമ്മൾ ഒരുപാട് വെള്ളം വെച്ച് കഴിഞ്ഞാൽ വെള്ളം വറ്റാൻ ഇച്ചിരി ടൈം എടുക്കും. അപ്പോൾ അതനുസരിച്ച് ഈ കറിക്ക് വെള്ളം വെച്ച് കൊടുക്കുക. തേങ്ങാപ്പാലിൽ ഇതേപോലെ തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് ചെയ്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാനാണെങ്കിൽ ഇച്ചിരി ചാറും കൂടെ ഉള്ളതാണ് നല്ലത്. അതുകൊണ്ട് ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കടുക് താളിച്ച് ചേർത്തേച്ചാൽ മതി. ഞാൻ അതുകൊണ്ട് ഇച്ചിരി കൂടെ ഒന്ന് കുറുകുതടം വരെ ഒന്ന് ഇത് വറ്റിച്ചെടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമ്മുടെ കറിക്ക് കടുക് താളിച്ചുകൂടെ ചേർത്തേച്ചാൽ മതി. അപ്പോൾ ഞാനൊരു സൈഡിൽ കടുകൊക്കെ താളിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നമ്മൾ കടുക് താളിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് കടുക് താളിക്കുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് കടുക് താളിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ലാസ്റ്റ് കടുകെല്ലാം പൊട്ടി നമ്മൾ കറിയിലോട്ട് ഒഴിക്കാൻ നേരത്തെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തേച്ചാൽ മതി. അപ്പം കറിക്ക് നല്ലൊരു കളറും പ്രത്യേക ഒരു സ്വാദുമായിരിക്കും. അപ്പോൾ ആ കടുക് താളിച്ചതുകൂടെ ചേർത്ത് ഇളക്കി റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി. അപ്പോൾ എല്ലാവർക്കും ഈ കറി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഇതേ പോണക്കത്തുള്ള അടിപൊളി റെസിപ്പിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.